ഓഗസ്റ്റ് 28 വിശുദ്ധ അഗസ്റ്റിൻ സഭാപിതാവ്. ജനനം AD 354 നവംബർ 13 തഗാസ്റ്റയിൽ. മരണം 75-ാമത്തെ വയസ്സിൽ AD 430 ഓഗസ്റ്റ് 28 ഹിപ്പോയിൽ. അഗസ്റ്റിൻ്റെ മാതാവ് മോനിക്ക ആഫ്രിക്കയിൽ കാർത്തേജിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. തഗാസ്റ്റെ എന്ന പട്ടണത്തിലെ പട്രീഷ്യസ് എന്ന വിജാതീയ റോമൻ ഉദ്യോഗസ്ഥനെയാണ് മോനിക്ക വിവാഹം കഴിച്ചത്. ഭർത്താവിൻ്റെ ക്ഷിപ്രകോപവും വഴിവിട്ട ജീവിതവും അമ്മായിയമ്മയുടെ കുത്തുവാക്കുകളും മോനിക്കയെ വളരെയധികം മാനസികമായി തളർത്തി. അങ്ങനെയിരിക്കുമ്പോഴാണ് അഗസ്റ്റിനും നവീജിയസും എന്ന 2 ആൺമക്കളും ജനിക്കുന്നത്. സഹനത്തോടു കൂടിയുള്ള അനേക വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭർത്താവും അമ്മായിയമ്മയും മാനസാന്തരപ്പെടുകയും ക്രിസ്ത്യാനികളായി തീരുകയും ചെയ്തു. പിതാവിൻ്റെ വഴിയെ തന്നെ സഞ്ചരിച്ച മകൻ അഗസ്റ്റിൻ മനിക്കേയൻ പാഷണ്ഡതയിൽ അമർന്ന് അശുദ്ധ പാപങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാതെ തന്നെ അദേയോദാത്തൂസ്, മലയാളത്തിൽ ഈശ്വരദത്തൻ എന്ന് നമുക്ക് വിളിക്കാം, എന്ന ഒരാൺകുട്ടിയുടെ പിതാവായി തീർന്നു. അഗസ്റ്റിൻ്റെ അമ്മ മോനിക്കയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകളും ഉപരിപഠനത്തിനായി ആഫ്രിക്കയിൽ നിന്നും റോമിലേക്ക് എത്തിയപ്പോൾ വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗങ്ങളും പൗലോസിൻ്റെ ലേഖനങ്ങളും കൂടി 33-ാമത്തെ വയസ്സിൽ ക്രിസ്തുമതത്തിലേക്ക് അഗസ്റ്റിനെ നയിച്ചു. 36-ാമത്തെ വയസ്സിൽ പൗരോഹിത്യത്തിലേക്കും 41-ാമത്തെ വയസ്സിൽ മെത്രാൻ സ്ഥാനത്തേക്കും ആനയിച്ച കഥ ആരുടെ ഹൃദയത്തെയാണ് തരളിതമാക്കാതിരിക്കുക. പാപിയായ ഈ ബുദ്ധിരാക്ഷസൻ ഒരു ഉദ്യാനത്തിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു: എത്ര നാളാണ് കർത്താവേ, എത്ര നാളാണ് ഇങ്ങനെ കഴിയുക? നാളെ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയിക്കൂടാ? അപ്പോൾ ഒരു ശിശുവിൻ്റെ സ്വരം കേട്ടു: എടുത്ത് വായിക്കുക. അടുത്തിരുന്ന പൗലോസ്ലീഹയുടെ ലേഖനം തുറന്ന് ആദ്യം കണ്ട വചനങ്ങൾ വായിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങളായിരുന്നു അവ. അശ്ലീല ഭാഷണങ്ങളും മദ്യപാനവും ശയനമോഹവും വിഷയേച്ഛയും അസൂയയും വെടിഞ്ഞ് പകൽ സമയത്തെന്ന പോലെ വ്യാപരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ ധരിക്കുവിൻ. 387 ഉയിർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിനും മകൻ ഈശ്വരദത്തനും സ്നേഹിതൻ അലിപ്പിയൂസും വിശുദ്ധ അംബ്രോസിൻ്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 391 അഗസ്റ്റിൻ വൈദികനായി. 396 ഹിപ്പോയിലെ മെത്രാനായി. ആത്മകഥയ്ക്ക് പുറമെ സിറ്റി ഓഫ് ഗോഡ്, കൺഫെഷൻസ്, പരിശുദ്ധ ത്രിത്വം മുതലായ വലുതും ചെറുതുമായ 103 പുസ്തകങ്ങൾ അഗസ്റ്റിൻ എഴുതിയിട്ടുണ്ട്. അതിനാൽ അദ്ദേഹം ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞനും വേദപാരംഗതന്മാരുടെ വേദപാരംഗതനുമാണ്. മനിക്കയിസം, ഡൊണാറ്റിസം, പെലാജിയനിസം എന്നീ പാഷണ്ഡതകളെ അദ്ദേഹം വിജയപൂർവ്വം എതിർത്തു. ഗ്രന്ഥങ്ങളെക്കാൾ മെച്ചം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ പൊസീഡിയസ് പ്രസ്താവിച്ചിരിക്കുന്നു. അതെ, അഗസ്റ്റിൻ വിശുദ്ധരിൽ വെച്ച് വിജ്ഞനും വിജ്ഞരിൽ വെച്ച് വിശുദ്ധനുമാണ്. വചനം കൊളോസോസ് 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. വിചിന്തനം. അനേകം ധ്യാനങ്ങൾ കൂടിയിട്ടും യാതൊരു മാറ്റവും സംഭവിക്കാത്ത അനേകം ആളുകൾ, ഒരുപക്ഷെ നമ്മിൽ തന്നെ ചില ജീവിത രീതികൾ അവശേഷിച്ചിട്ടുണ്ടാവാം. അതിനെ ഓർത്ത് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവർ പോയ സാഹചര്യങ്ങളും അവർ തിരികെ വരുമ്പോൾ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളും ഒട്ടും വ്യത്യസ്തമല്ല. പാപബോധവും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും മാത്രമാണ് ഒരു ധ്യാനം കൂടുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് അതിനെ അതിജീവിക്കുവാൻ ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ മാത്രമാണ് ഓരോ ധ്യാനത്തിലും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ആ കൃപയിൽ നിലനിൽക്കുവാൻ വേണ്ടി മോനിക്ക പുണ്യവതിയെ പോലെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയെ
ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന നല്ല ഭാര്യമാരും, അമ്മായിമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന നല്ല മരുമക്കളുമാണ് ഉണ്ടാവേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എത്ര പേരുണ്ടോ അവർക്കെല്ലാം വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. എത്ര സ്നേഹത്തിലാണെങ്കിലും എത്ര വൈരാഗ്യത്തിലാണെങ്കിലും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഏത് കഠിനമായ പാപ സാഹചര്യങ്ങളിലാണെങ്കിൽ കൂടിയും ഒരു നാൾ അവർ ദൈവത്തെ കണ്ടെത്തും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിനെ പ്രതി ദൈവം അവരെ തേടിയെത്തും.